മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിക്കുകയും മരണത്തെ ജയിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാർ ജിഹാദിലെ നായകനോ അതോ വില്ലനോ എന്ന വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണേണ്ടതാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വർഗീയവാദിയായിരുന്നില്ല എന്ന് കാണിക്കാൻ സാധാരണ ഇന്നത്തെ കാലത്തെ മുസ്ലിങ്ങൾ കൊണ്ടുവരുന്ന ഒരു വാദമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുസ്ലിം ജന്മിമാരെയും കൊന്നിരുന്നു എന്നുള്ള കഥയാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരാറുള്ളത്. മുസ്ലിം ജന്മിമാരെ, അതായത് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തിരുന്ന മുസ്ലിം ജന്മിമാരെയും ഇദ്ദേഹം കൊന്നിരുന്നു അത്രേ. അപ്പോൾ ഏത് ജന്മിയെയാണ് വാരിയംകുന്നൻ അങ്ങനെ കൊന്നിട്ടുള്ളതെന്ന് നാം ചോദിച്ചാൽ, ഇവർ ആദ്യം പറയുന്ന പേര് ഖാൻ ബഹദൂർ ചേക്കുട്ടി സാഹിബിൻ്റെയാണ്. അത് വേറൊരു നുണയാണ്. കാരണം ഈ ഖാൻ ബഹാദൂർ ചേക്കുട്ടി സാഹിബ് ഒരു ജന്മി ആയിരുന്നില്ല, റിട്ടയർ ചെയ്ത പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. ഈ കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഖാൻ ബഹാദൂർ ചേക്കുട്ടി സാഹിബിനോട് പൂർവ്വവൈരാഗ്യമുണ്ട്, ഒരു വ്യക്തിവിരോധം ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ കൊല്ലാനുണ്ടായ യഥാർത്ഥ കാരണം. മാധവൻ നായർ എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ വായിക്കാം. പൂക്കോട്ടൂർ യുദ്ധത്തിന് വേണ്ടി പോയ കുഞ്ഞഹമ്മദ് ഹാജി അവിടെ ചെന്നപ്പോഴേക്കും യുദ്ധം ഏതാണ്ട് കഴിഞ്ഞ് മാപ്പിളമാർ ഓടിപ്പോവാൻ തുടങ്ങിയിരുന്നതിനാൽ യുദ്ധത്തിൽ പങ്കുകൊള്ളാതെ പാണ്ടിക്കാട്ടേക്കോ മറ്റോ മടങ്ങിപ്പോവുകയാണത്രേ ചെയ്തിരുന്നത്. അതിനുശേഷം അയാൾ മാപ്പിളമാരുടെ നേരെയാണത്രേ തിരിഞ്ഞത്. പെരിന്തൽമണ്ണയിൽ പോയി അങ്ങാടിയിലുള്ള ചില മാപ്പിള വീടുകൾ നശിപ്പിച്ചതിന് ശേഷം പന്തലൂർ വഴിക്കോ മറ്റോ അയാളും പരിവാരങ്ങളും ഖാൻ ബഹാദൂർ ചേക്കുട്ടി താമസിക്കുന്ന ആനക്കയത്തേക്ക് തിരിച്ചു. ചേക്കുട്ടി ശാന്തനും സാത്വികനും ഹിന്ദുക്കൾക്കും മുസൽമാന്മാർക്കും ഒരുപോലെ വിശ്വസ്തനും വലിയ ഒരു ഗവൺമെൻറ് ഭക്തനുമായ വന്ധ്യവയോധികനായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെയും തൻ്റെ ബാപ്പയെയും നാട് കടത്തുവാൻ ഉത്സാഹിച്ചവരിൽ ഒരാൾ ചേക്കുട്ടിയാണെന്ന വൈരം കുഞ്ഞഹമ്മദ് ഹാജിക്ക് മുമ്പ് തന്നെയുണ്ട്. വേറെ വിരോധങ്ങളും ഉണ്ടായിരുന്നിരിക്കും. ആ കാരണങ്ങളാൽ കുഞ്ഞഹമ്മദ് ഹാജി ചേക്കുട്ടിയുടെ വീടിനെ ആക്രമിച്ചു. വഴിക്ക് തന്നെ മറ്റൊരു മാപ്പിള ഹെഡ് കോൺസ്റ്റബിളിനെ കൊന്നിട്ടായിരുന്നു അത്രേ അയാളുടെ വരവ്. ഏത് ലഹളക്കാർക്കും ചേക്കുട്ടിയെ ബഹുമാനമാകിയാൽ അദ്ദേഹം ഇവരുടെ വരവ് കണ്ട് ലേശവും ഭയപ്പെട്ടില്ല. ലഹളക്കാർ വരുമ്പോൾ അദ്ദേഹം മാളികയുടെ മുകളിലായിരുന്നു. എന്താ മക്കളെ വേണ്ടത് എന്ന് അറവാതിലിൽ കൂടെ അദ്ദേഹം ലഹളക്കാരോട് ചോദിച്ചു. തോക്കുകൾ കൈവശമുള്ളവരെല്ലാം തോക്കുകൾ ഹാജരാക്കേണ്ടതാണെന്ന് ഒരു നോട്ടീസ് ഗവൺമെൻറ് അതിനിടയ്ക്ക് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ലഹളക്കാർ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ കൈവശം കുറേ തോക്കുകളുണ്ട്, അത് നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അത് വാങ്ങി വച്ചാൽ തരക്കേടില്ല. ചേക്കുട്ടി ഇത് കേട്ട്, തോക്കുകൾ വാങ്ങുവാൻ എനിക്ക് അധികാരമില്ലല്ലോ, അത് മലപ്പുറത്ത് തുക്കിടി മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. വേണമെങ്കിൽ ഒരെഴുത്തുകൂടി നിങ്ങളുടെ കൈവശം തരാം എന്ന് സമാധാനം പറഞ്ഞു. എല്ലാം ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഹാജരാക്കുന്നത് എന്ന് പറഞ്ഞതും ചേക്കുട്ടിയെ വെടിവെച്ചതും ഒപ്പമായിരുന്നു. വെടികൊണ്ട് വീണ ചേക്കുട്ടിയുടെ തല തൻ്റെ മടിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിലവിളിക്കുന്നതിനിടയിൽ ലഹളക്കാർ മുകളിലേക്ക് പാഞ്ഞെത്തി. ഭാര്യയെ അവർ തട്ടി നീക്കി. വെടികൊണ്ട് വീണ ദേഹത്തിൽ നിന്ന് തല മുറിച്ച് വേറെ എടുത്ത് ആ തല കുന്തത്തിന്മേൽ കോർത്തുകൊണ്ടാണ് അവർ മഞ്ചേരിക്ക് പിന്നെ യാത്രയായത്. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 172, 173. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുഖപക്ഷം കൂടാതെ തൻ്റെ കർത്തവ്യം നിർവഹിച്ച ആളായിരുന്നു ഖാൻ ബഹദൂർ ചേക്കുട്ടി. 1894 മാപ്പിള ലഹള അടിച്ചമർത്തിയതിൽ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ആ ലഹളയിൽ കുറ്റക്കാരനായി കണ്ടെത്തിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിതാവിനെ അന്തമാൻ ദ്വീപിലേക്ക് നാട് കടത്തിയത് ചേക്കുട്ടി സാഹിബിൻ്റെ അന്വേഷണ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ചേക്കുട്ടി സാഹിബിനോട് വ്യക്തിവിരോധമുണ്ട്. അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി ആ അധികാരത്തിൻ്റെ ബലത്തിൽ വ്യക്തിവിരോധം തീർത്തതിനെ ന്യായീകരിക്കാനാണ് ഇന്നത്തെ ദാവാ മുസ്ലിങ്ങൾ ഖാൻ ബഹദൂർ ചേക്കുട്ടി സാഹിബിനെ മുസ്ലിം ജന്മിയായിട്ട് നമ്മുടെ മുമ്പാകേക്ക് അവതരിപ്പിക്കുന്നത്. വെടികൊണ്ട് വീണ ഭർത്താവിൻ്റെ തല മടിയിലെടുത്ത് വെച്ച് കരയുന്ന ഭാര്യയെ തട്ടിമാറ്റി അവരുടെ മുമ്പിലിട്ട് തന്നെ ആ ഭർത്താവിൻ്റെ തല അറുത്തെടുത്ത് ആ തല ഒരു കുന്തത്തിൽ കോർത്തുകൊണ്ട് ഒരു പ്രദർശന വസ്തുവാക്കി നാട് നീളെ കൊണ്ടു നടന്നതിനെ ഇവർ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് കേരളത്തിലും IS ഉണ്ടെന്നുള്ള UN റിപ്പോർട്ടിൽ യാതൊരു അതിശയോക്തിയും നമുക്ക് തോന്നാത്തത്.
ഇസ്ലാമിക് സ്റ്റേറ്റിനെ എതിർത്തിരുന്ന ഇറാഖിലും സിറിയയിലുമുള്ള പല മുസ്ലിങ്ങളെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ തന്നെ കൊന്നു എന്നുള്ള കാരണം കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലുള്ളവരെല്ലാം വർഗീയ ഭ്രാന്തില്ലാത്തവരാണെന്ന് വരുമോ? സുബോധമുള്ള ആരെങ്കിലും അങ്ങനെ പറയുമോ? പിന്നെ ഇത്തിരി വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയായിരുന്നില്ല ഇതുപോലെയുള്ള കൊലകൾ നടത്തിയിരുന്നുള്ളതാണ്. ഐഡിയോളജി പറയുന്നതനുസരിച്ചാണ് അവർ ചെയ്തത്, അല്ലാതെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ മലബാർ ജിഹാദികളെക്കാളും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള മലബാർ ജിഹാദികളെക്കാളും ഡീസൻ്റ് ആയിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെ എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇനി വ്യക്തിവിരോധം മാത്രമല്ല, ലഹളയിൽ പങ്കെടുക്കാതിരുന്ന മുസ്ലിങ്ങളെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആക്രമിച്ചിട്ടുണ്ട്. മാധവൻ നായർ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. കൊണ്ടോട്ടിയിലെ മാപ്പിളമാർ ലഹളയിൽ ചേർന്നിരുന്നില്ല. കൊണ്ടോട്ടി തങ്ങളെ ഗവൺമെൻറ്റിന് വിശ്വാസമായിരുന്നതിനാൽ പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും ഉപദ്രവങ്ങളും കൊണ്ടോട്ടിയിലുണ്ടായിരുന്നില്ല. ആ കാരണങ്ങളാൽ ലഹളയിൽ ചേർന്നവരും ചേരാത്തവരുമായി അന്യപ്രദേശങ്ങളിലെ അനവധി മാപ്പിളമാർ കൊണ്ടോട്ടിയിൽ സങ്കേതം പ്രാപിച്ചിരുന്നു. ഇങ്ങനെ സമാധാനത്തോടുകൂടെ വർത്തിച്ചിരുന്ന കൊണ്ടോട്ടിക്ക് ലഹളക്കാലത്ത് ആകപ്പാടെ നേരിട്ട ഒരാപത്ത് പ്രസിദ്ധ ലഹളത്തലവൻ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയാലായിരുന്നു. കുഞ്ഞഹമ്മദ് ഹാജി ഏറനാട്ടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് രാജ്യഭാരം ചെയ്തിരുന്നതെന്ന് മുൻ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ലഹളയുടെ ആരംഭത്തിൽ കൊള്ളയ്ക്കും മറ്റും വിരോധിയായിരുന്ന കുഞ്ഞഹമ്മദ് ഹാജി കാലക്രമേണ മറ്റ് ലഹളത്തലവന്മാരെ പോലെ തന്നെ ഏതക്രമം ചെയ്യുവാനും കൂസലില്ലാത്ത തരത്തിലായി പരിണമിച്ചിരുന്നു. എങ്കിലും ഒരു പ്രസിദ്ധ വൈദ്യനും വയോവൃദ്ധനും സാത്വികനുമായ ഐദുർ ഹാജിയെ കൊലപ്പെടുത്തുന്നതുവരെ കുഞ്ഞഹമ്മദ് ഹാജിക്ക് ലഹളയിൽ വിജയമല്ലാതെ പരാജയമൊന്നും നേരിട്ടിരുന്നില്ല. ആ സംഭവത്തെ മറ്റൊരധ്യായത്തിൽ വിവരിക്കുന്നതാണ്. ഈ കൊല കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞഹമ്മദ് ഹാജി പടിഞ്ഞാറൻ ഏറനാട്ടിലേക്ക് കാലെടുത്തു വച്ചത്. ഷിയ വർഗത്തിൽപ്പെട്ട കൊണ്ടോട്ടി തങ്ങൾ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദൃഷ്ടിയിൽ ഒരു കാഫർ തന്നെയായിരുന്നു. എന്നുമാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ സേവകനായ തങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും കുഞ്ഞഹമ്മദ് ഹാജിക്ക് ആദ്യം മുതൽക്ക് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. കൊണ്ടോട്ടി പിടിച്ചടക്കി തങ്ങളെ ശിക്ഷിച്ച് ജയഭേരിയായി കോഴിക്കോട്ടേക്ക് ഒരു ഘോഷയാത്രയായി പോയി കലക്ടറെയും പട്ടാളത്തെയും എതിർത്ത് തോൽപ്പിച്ച് കോഴിക്കോട് നഗരം കീഴടക്കി മലബാറിലെ ചക്രവർത്തിയായി വാഴുവാൻ അതിന് യോഗ്യനാണെന്ന് അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട ഹാജിയാർ ഏതാണ്ട് മനസ്സിൽ തീർച്ചപ്പെടുത്തിയിരുന്നു. വാരിയംകുന്നൻ കോഴിക്കോട് ആക്രമിക്കാൻ വരുന്നുവെന്ന് ബലമായ പ്രസ്താവം കോഴിക്കോട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായതിൻ്റെ കാരണം കുഞ്ഞഹമ്മദ് ഹാജി തൻ്റെ മോഹം രഹസ്യമായി വയ്ക്കാത്തതിനാലായിരുന്നു. ഈ ഊഹങ്ങളും മോഹങ്ങളും യഥാർത്ഥമാണെങ്കിലോ അല്ലെങ്കിലോ സ്വസ്ഥാനം വിട്ട് അധിക ദൂരത്തുള്ള കൊണ്ടോട്ടി നഗരത്തെ ആക്രമിക്കാൻ കുഞ്ഞഹമ്മദ് ഹാജി ഒരുങ്ങിയതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനോരാജ്യത്തിൽ അർദ്ധരാജ്യം ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാകുന്നുണ്ട്. അരീക്കോട്ട് നിന്ന് തെക്കോട്ട് കൊണ്ടോട്ടിക്കുള്ള വഴിക്കാണ് കുഞ്ഞഹമ്മദ് ഹാജിയും സംഘവും കൊണ്ടോട്ടിക്ക് യാത്ര ചെയ്തത്. ഹാജിയാരുടെ വരവ് രാജോചിതമായ ആഡംബരത്തോടെ തന്നെയായിരുന്നു. ആലവട്ടവും പച്ചക്കുടയും പിടിച്ച് വെൺചാമരവും വീശി അകമ്പടിയോടും പരിവാരത്തോടും കൂടെ സൈന്യസമേതം കൊണ്ടോട്ടിയിലെത്തിയ കുഞ്ഞഹമ്മദ് ഹാജിയെ അനുയോജ്യമായ നിലയിൽ എതിരേൽപ്പാൻ കൊണ്ടോട്ടിക്കാർ ഒരുങ്ങിയില്ല. അത്ര പൊടുന്നനെയും മുന്നറിവ് കൂടാതെയുമായിരുന്നു ഹാജിയാരുടെ എഴുന്നള്ളത്ത്. കൊണ്ടോട്ടിയിൽ പ്രവേശിച്ച ഉടൻ തൻ്റെ അനുചരന്മാർ 2 സംഘങ്ങളായി പിരിഞ്ഞു. ഒന്ന് പോലീസ് സ്റ്റേഷൻ കൊള്ള ചെയ്യുവാനും രജിസ്റ്റർ ഓഫീസ് ചുട്ടുനശിപ്പിക്കാനും തുടങ്ങി. ഹാജിയാരുടെ നേതൃത്വത്തിൽ മറ്റേ സംഘം തങ്ങളുടെ വസതിയിലേക്ക് നേരിട്ടും യാത്രയായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഈ ആക്രമണത്തെ തടുക്കുവാൻ തങ്ങളുടെ സമീപത്ത് അധികമാരും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ പൂർവികന്മാരെ അടക്കം ചെയ്ത ജാറം തങ്ങളുടെ വസതിയോട് തൊട്ടു തന്നെയാണ്. അതിന് കുർബ എന്നും പേര് പറയും. തങ്ങൾക്ക് നേരിട്ട ആപത്തിനെ നഗരവാസികളെ അറിയിപ്പാനും ജനങ്ങളെ ഒരുക്കൂട്ടുവാനും ഈ കുർബയിൽ നിന്ന് ഒരു മൊല്ല നഗാരമെന്ന വാദ്യം ഉറക്കെ അടിപ്പാൻ തുടങ്ങി. ഇതിനിടയിൽ തങ്ങളെ കാണണമെന്ന് ഹാജി ആവശ്യപ്പെടുകയും ആയുധം വെച്ചല്ലാതെ തങ്ങൾ ഹാജിയാരെ കാണുന്നതല്ലെന്ന് കാര്യസ്ഥൻ മറുപടി പറയുകയും ചെയ്തിരുന്നു. തങ്ങളെ കാണാതെ കഴിയില്ലെന്ന് ഹാജിയാർ പിന്നെയും നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ കാര്യസ്ഥൻ തങ്ങളെ വിളിപ്പാൻ മുകളിലേക്ക് പോയി. ആ അവസരത്തിലാണ് നഗാരം മൊല്ല മുറുക്കിയടിപ്പാൻ തുടങ്ങിയത്. ഹാജിയാരുടെ ഒപ്പം പടുകൂറ്റനായ ഒരു കിഴക്കൻ മാപ്പിളയും ഉണ്ടായിരുന്നു. മൊല്ലയോട് നഗാരമടി നിർത്തുവാൻ ഹാജിയാർ കൽപ്പിച്ചതിനെ മൊല്ല അനുസരിച്ചില്ല. അപ്പോൾ മൊല്ലയെ ഒരു വെടിക്ക് താഴത്ത് വീഴ്ത്തി. ആ സമയത്ത് ലോകമാസകലം പൊട്ടിത്തെറിക്കുന്ന നിലയിൽ ഒരു കഠോര ശബ്ദം ഹാജിയാരുടെ ചെവിയിൽ കേട്ടു. ഇത് തങ്ങൾ താമസിക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് തങ്ങളോ അനുചരന്മാരോ വെച്ച വെടിയുടെ ശബ്ദമായിരുന്നുവെങ്കിലും
ഒരു പുണ്യസ്ഥലത്തെ ആക്രമിച്ച ഒരു മതദ്വേഷിയുടെ ബുദ്ധിയിൽ കുർബയുടെ അകത്തു നിന്ന് പുറപ്പെട്ട ഭയങ്കര ശബ്ദമായിട്ടാണ് തോന്നിയത്. ഈ ശബ്ദം കേട്ടതോടുകൂടി തൻ്റെ ദേഹരക്ഷകനായ കരിമല്ലൻ മൃതശരീരനായി നിലത്ത് പതിച്ചു. കുഞ്ഞഹമ്മദ് ഹാജി പേടിച്ച് കിടുകിടയെ വിറച്ചു. താനും അനുചരന്മാരും കുതിച്ച് വടക്കോട്ട് ഓട്ടമായി. ഭയം കൊണ്ടും പരിഭ്രമം കൊണ്ടും അന്തം വിട്ട് ഹാജിയാരും കൂട്ടരും വഴിക്കുള്ള തോട്ടിൽ വീണു. ദേഹമെല്ലാം മുറിപ്പെട്ടു. കുടയും ആലവട്ടവും പോയി. ചേറും ചെളിയും പുരണ്ട് ഒന്നിച്ചോടിയെത്തുവാൻ കഴിഞ്ഞ ഏതാനും അനുചരന്മാരോടുകൂടി ഹാജിയാർ പ്രാണനെയും കൊണ്ട് കൊണ്ടോട്ടിയിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടു. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 236, 237. വലിയ കാര്യത്തിന് ആഘോഷമായിട്ടങ്ങ് പോയതാണ്. രാജോചിതമായ വിധത്തിൽ വാളും മിന്നുന്ന കുപ്പായൊക്കെ ഇട്ട് പോയതാണ്. പക്ഷെ പ്രാണഭയത്താൽ ജീവനും കൊണ്ട് ഓടിപ്പോരേണ്ടി വന്നു. അതും നിലത്ത് വീണ് ഉരുണ്ട് മറിഞ്ഞ് ചെളിയൊക്കെ പറ്റി അപമാനകരമായ വിധത്തിൽ അവിടുന്ന് പോരേണ്ടി വന്നു. ഇന്ന് കൊണ്ടോട്ടിയിലുള്ള മുസ്ലിങ്ങളും ഈ മാപ്പിള ലഹളയുടെ പേരിൽ അഭിമാനം കൊള്ളുന്നത് കാണുമ്പോൾ ചരിത്രബോധമുള്ള ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. മതഭ്രാന്തനായ വാരിയങ്കുന്നനെ കൊണ്ടോട്ടിക്കാരുടെ പൂർവികർ കണ്ടം വഴി ഓടിപ്പിച്ചവരാണ്. അവരുടെ പിൻഗാമികൾ ഇന്ന് അതേ വാരിയങ്കുന്നനെ നായകനായി കൊണ്ടാടുകയും തങ്ങളുടെ പൂർവികരെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. കോമഡി എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് ഇതിനൊക്കെ? ദുരന്തമാണ് ഇവരൊക്കെ. വാസ്തവത്തിൽ ഇന്നത്തെ മുസ്ലിങ്ങൾ കേരളത്തിലുള്ള ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമൊപ്പം സമാധാനപരമായ സഹവർത്തിത്വം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അല്ല, ഈ കൊണ്ടോട്ടി തങ്ങളെയാണ് ഉയർത്തിക്കാണിക്കേണ്ടത്. കൊണ്ടോട്ടി തങ്ങളെ ഉയർത്തിക്കാണിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ തല ഉയർത്തി തന്നെ നിൽക്കാം. കാരണം ആ മനുഷ്യൻ മലബാർ ജിഹാദിൻ്റെ സമയത്ത് ധാരാളം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ റെയിൽ മാർഗം തൃശ്ശൂരിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തല താഴ്ത്തിപ്പിടിച്ചേ പിന്നെ നടക്കാൻ പറ്റൂ. കാരണം അത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങൾ അയാളോ അയാളുടെ അനുയായികളോ തെക്കൻ മലബാറിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും കാണിച്ചിട്ടുണ്ട്. അത് ചരിത്രബോധമുള്ള ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളുടെ മുമ്പാകേക്ക് ഇയാളെ പൊക്കിക്കൊണ്ട് വന്നേക്കരുത്. കൊണ്ടോട്ടി തങ്ങളെയാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ ഓക്കെ, ഞങ്ങളൊന്നും മിണ്ടുകയില്ല. കാരണം ആ മനുഷ്യൻ വളരെ സാത്വികമായ വിധത്തിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. പുള്ളി ലഹളയിലൊന്നും പങ്കെടുത്തില്ല. ലഹളക്കാരെ ഒരു വിധത്തിൽ അയാൾ സപ്പോർട്ട് ചെയ്തില്ല. സർക്കാരിനും ഇയാളെ വിശ്വാസമായതുകൊണ്ട് ആ പ്രദേശത്ത് പട്ടാളവും ചെന്ന് പ്രശ്നങ്ങളും ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ലഹളക്കാരായ മുസ്ലിങ്ങളടക്കം അവിടെ ചെന്ന് സ്വസ്ഥമായി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത്. ഇനി വയോവൃദ്ധനും സാത്വികനുമായ ഐദർ ഹാജിയെ വാരിയംകുന്നം കൊന്നു മാധവൻ നായർ പറഞ്ഞല്ലോ, നമ്മൾ മുമ്പത്തെ വായിച്ചതിൽ കണ്ടല്ലോ. അതിനെക്കുറിച്ച് മാധവൻ നായർ പിന്നെ വേറൊരു അധ്യായത്തിൽ രേഖപ്പെടുത്താമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ വായിക്കാം. കുഞ്ഞഹമ്മദ് ഹാജി കൊണ്ടോട്ടിയെ ആക്രമിക്കുന്നതിന് മുമ്പായി അതികഠിനമായ ഒരു കൃത്യം നടത്തിയിരുന്നതായി മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. പാണ്ടിക്കാട്ടുകാരനായ തോണ്ടിയിൽ ഐദർ ഹാജി വയസ്സനും ഹിന്ദുക്കളുടെയും മുഹമ്മദീയരുടെയും സ്നേഹ ബഹുമാനങ്ങൾക്ക് പാത്രമായിരുന്ന ഒരു പ്രസിദ്ധപ്പെട്ട വൈദ്യനുമായിരുന്നു. ഏറനാട് താലൂക്കിൽ ബാലചികിത്സയ്ക്ക് ഐദർ ഹാജിയെ കഴിഞ്ഞ് ഒരു ചികിത്സകനുണ്ടായിരുന്നുള്ളൂ. സമാധാനത്തോടുകൂടി ജീവിതം നയിച്ചിരുന്ന ഐദർ ഹാജി ലഹളയിൽ ചേരുകയാകട്ടെ ലഹളക്കാരോട് അനുഭാവം കാണിക്കുകയാകട്ടെ ഒന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മകനെ ലഹളക്കാർ അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ പിടിച്ചുകൊണ്ടുപോയി. പട്ടാളക്കാർ ആ വഴിക്ക് വന്നപ്പോൾ ഐദർ ഹാജി അവരോട് ഈ സങ്കടം ബോധിപ്പിച്ചു. പട്ടാളത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തുവെന്നും ഹാജിയുടെ പേരിൽ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു അത്രേ. ഈ സംഗതികളാൽ കുഞ്ഞഹമ്മദ് ഹാജി ഇയാളെ പിടിച്ച് തൻ്റെ മുമ്പാകെ ഹാജരാക്കുവാൻ കൽപ്പിച്ചു. ഈ ആക്ഷേപങ്ങളെപ്പറ്റി ഹാജിയാരെ വിചാരണ ചെയ്ത് കുറ്റക്കാരനാണെന്ന് കാണുകയും മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഹാജിയാർ പല സങ്കടങ്ങളും പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും കുഞ്ഞഹമ്മദ് ഹാജി ഗണ്യമാക്കിയില്ല. അദ്ദേഹത്തെ കൊല്ലുവാൻ കൊണ്ടുപോയവർ 3 വെടിവെച്ചിട്ടും അദ്ദേഹത്തിന് കൊണ്ടില്ലത്രേ. ഒരു വന്ധ്യവയോവൃദ്ധൻ്റെ നേരെ വെടിവെച്ചാൽ ഏത് ഘാതകൻ്റെയും കൈ ഉറയ്ക്കാതിരിക്കുകയില്ല. അവസാനം 4ാമത്തെ വെടി ഫലിക്കുകയും ഹാജിയാർ മരണപ്പെടുകയും ചെയ്തു. ഈ കഠിനക്രിയയുടെ ഗുരുത്വക്കേടാണ് കുഞ്ഞഹമ്മദ് ഹാജിക്ക് പിന്നീടുണ്ടായ അപായങ്ങൾക്ക് കാരണമെന്നാണ് മാപ്പിളമാരിൽ പലരും വിശ്വസിച്ചിരുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിലാണ് കുഞ്ഞഹമ്മദ് ഹാജി കൊണ്ടോട്ടിയിൽ നിന്ന് ഓടിപ്പോരേണ്ടി വന്നത്. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 247, 248. ബ്രിട്ടീഷ് പക്ഷക്കാരായ ഹിന്ദുക്കളെ മാത്രമല്ല മുസ്ലിങ്ങളെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കൊന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വാരിയംകുന്നൻ്റെ മേലുള്ള കറ കഴുകിക്കളയാൻ നടക്കുന്നവരോട് ബ്രിട്ടീഷ് പക്ഷക്കാരായ മുസ്ലിങ്ങളുടെ പേര് തരാൻ പറഞ്ഞാൽ ഈ ഐദർ ഹാജിയുടെ പേരൊക്കെ ആയിരിക്കും തരിക. ഐദർ ഹാജി ബ്രിട്ടീഷ് പക്ഷക്കാരനൊന്നും ആയിരുന്നില്ല. അയാൾ ലഹളയിൽ ചേരാതെ മാറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അല്ലാതെ ബ്രിട്ടീഷ് പക്ഷത്ത് ചേരുകയല്ല. ലഹളയിലില്ല. അവിടെയുള്ള ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ ഒന്നും കൊല്ലാൻ
ഇയാൾ തയ്യാറായിരുന്നില്ല. പക്ഷേ എന്തുണ്ടായി, ലഹളക്കാർ വന്ന് ഇയാളുടെ മകനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിലെ പട്ടാളം പോയി കഴിഞ്ഞപ്പോൾ പുള്ളി പോയിട്ട് പട്ടാളത്തിനോട് പരാതി പറഞ്ഞു തൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണെന്ന്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇയാളെ കൊല്ലുന്നത്. നിരപരാധിയായ ഈ മനുഷ്യനെ കൊന്നത് ന്യായീകരിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്തെ ഈ മുസ്ലിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളപൂശി എടുക്കണമല്ലോ. അതിനുവേണ്ടി ഈ ഐദുർ ഹാജിയെ ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കിയാക്കിയവർ മാറ്റും. ഓരോരോ ഐദുർ ഹാജിയൊക്കെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി നടന്നവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നതെന്ന്. അങ്ങനെ ഇതൊക്കെയാണ് ഇവരുടെ പതിവ്. ഇതൊക്കെ തക്കിയാണ്, ചരിത്രം അറിയാത്ത ആൾക്കാരെ വഞ്ചിക്കുന്ന പരിപാടിയാണിത്. ഇനി ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഭയങ്കര മതേതരനായിരുന്നു, ഹിന്ദുക്കളെ ഒന്നും ചെയ്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ വേറൊരു സംഭവം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. മലബാർ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ദിവാൻ ബഹദൂർ സി ഗോപാലൻ നായർ 1923 ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദ മാപ്പിള റിബല്ലിയൻ 1921. അതായത് കലാപം 21 ആഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുകയും 22 ഫെബ്രുവരിയോടെ അവസാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് 23 അതായത് ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. ഈ സംഭവത്തിനൊക്കെ ദൃക്സാക്ഷികളായ ആൾക്കാർ, ഇതിൻ്റെ ഇരകളാക്കപ്പെട്ടവർ, ഇതിൻ്റെ അക്രമികളായിരുന്നവർ എല്ലാവരും, ഇതിനെ അടിച്ചമർത്താൻ വന്ന ബ്രിട്ടീഷ് പട്ടാളം അല്ലെങ്കിൽ ആ സർക്കാർ, ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അവിടെ. അവരൊക്കെ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് തന്നെയാണ് 23 അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഈ വർഷം ആരെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ നമ്മളെല്ലാം അതിന് ദൃക്സാക്ഷികളായിരുന്ന ആളുകളല്ല. കഴിഞ്ഞ വർഷം നടന്നതല്ലേ, നമുക്കത് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ എതിർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ ഒന്നും ആ കാലത്ത് ആരും എതിർത്തിട്ടില്ല. കാരണം ഉള്ള കാര്യമാണ്, വസ്തുനിഷ്ഠമായിട്ട് തന്നെ അദ്ദേഹം എഴുതിയതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ പുസ്തകം ഇറങ്ങിയത് ഇംഗ്ലീഷിലായതുകൊണ്ട് സാധാരണ മുസ്ലിങ്ങൾ അധികം ഇത് കണ്ടിട്ടില്ല, ഇവിടെയുള്ള മലയാളം മാത്രം അറിയാവുന്നവർ. അതുകൊണ്ട് വലിയ എതിർപ്പ് അതിന് നേരെ ഉണ്ടായില്ല. എന്നാൽ മലയാളത്തിൽ എഴുതിയ സംഗതിക്കൊക്കെ ഇവർ ഭയങ്കരമായിട്ട് എതിർത്ത് ആ എഴുത്തിനെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുമുണ്ട്. അത് വേറെ വസ്തുതയാണ്, ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ മാപ്പിള റിബല്ലിയൻ 1921 എന്ന ഈ പുസ്തകത്തിൻ്റെ 62-63 പേജുകളിൽ 1921 ഒക്ടോബർ 4 മദ്രാസ് മെയിലിൽ വന്ന വാർത്തയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും കൂടി മാപ്പിള അധീനതയിലുള്ള മേഖലയിലെ ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് മാറാത്ത പക്ഷം അവരെയെല്ലാം കൊല്ലുവാൻ തീരുമാനിച്ചു. ചില പ്രദേശങ്ങളിൽ കശാപ്പ് ചെയ്യപ്പെടും മുമ്പ് ഹിന്ദുക്കളെ കൊണ്ട് തന്നെ സ്വന്തം ശവക്കുഴികൾ കുഴിപ്പിച്ചു. പട്ടാളത്തിനോ പോലീസിനോ ഭക്ഷ്യവസ്തുക്കൾ നൽകിയവരെയും നൽകിയെന്ന് സംശയിക്കപ്പെടുന്നവരെയും പൈശാചികമായി കൊലപ്പെടുത്തി. സൈന്യത്തിന് പാൽ നൽകിയ ഒരു ഹിന്ദുവിനെ ജീവനോടെ തൊലിയുരിക്കുവാൻ ചെമ്പ്രശ്ശേരി തങ്ങൾ ഉത്തരവിട്ടു. മേലാറ്റൂർ, മേൽമുറി, കരുവാരക്കുണ്ട്, തൂവൂർ ഗ്രാമങ്ങളിൽ ഹിന്ദു വംശഹത്യ ആസൂത്രിതമായി നടത്തി. സംഘത്തിന് താൽപ്പര്യമുള്ള യുവതികളെയും പെൺകുട്ടികളെയും ബലമായി പിടിച്ചുകൊണ്ടുപോയി. പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും സാമീപ്യമുള്ള മലപ്പുറം, വണ്ടൂർ, മഞ്ചേരി, അങ്ങാടിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഹിന്ദു പ്രവാഹമാണ്. ഇവർക്ക് ഭക്ഷണം നൽകൽ സേനയ്ക്ക് സാധ്യമല്ലാത്തതിനാൽ കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും മറ്റും അയക്കുന്നു. മദ്രാസ് മെയിൽ 1921 ഒക്ടോബർ 4. ഇതിൽ തുവ്വൂർ ഗ്രാമത്തിലെ ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് മാധവൻ നായർ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ പത്രവാർത്തയാണ്, പത്രവാർത്തയിൽ അങ്ങനെ വിശദമായിട്ട് എഴുതിയിട്ടില്ല, സംഭവം ഒന്ന് വിവരിച്ച് പോയിട്ടേ ഉള്ളൂ. ഈ പത്രവാർത്തയൊക്കെ ഇവർ തള്ളും. ഇതാ രസം, ഭയങ്കര കോമഡിയാണ്. ഈ പത്രവാർത്തയൊക്കെ തള്ളു, ഇതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയും. എന്നിട്ട് ഇവർ തന്നെ വേറെ പത്രത്തിൽ നിന്നുള്ള വേറെ സംഭവം കൊണ്ടുവരും. അത് അന്നത്തെ കാലത്ത് ഒരു പത്രത്തിൽ വന്നതല്ല, ഹിന്ദു പത്രത്തിൽ വന്നെന്നും പറഞ്ഞ് ഈ കുഞ്ഞഹമ്മദ് ഹാജി എഴുതിയ ഒരു കത്ത് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും ആരും ഇങ്ങനൊരു കത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ മലബാർ ലഹളയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പല ആളുകളുണ്ട്, ഈ വിഷയത്തിൽ PhD ചെയ്ത ഡോക്ടറേറ്റ് നേടിയ പല ആളുകളുണ്ട്. അവരാരും ഇങ്ങനൊരു കത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നീടാണ്, ചില വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനൊരു കത്തുണ്ടെന്നും പറഞ്ഞ് ആ കത്ത് ഇങ്ങനെ പൊന്തി വരുന്നത്. ആ കത്തെന്ന് പറയുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഹിന്ദു പത്രാധിപർക്ക് എഴുതിയിട്ട് അവർ ഹിന്ദുവിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച കത്താണ്. അങ്ങനെയാണ് ഇപ്പോൾ അത് പറയുന്നത്. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് ഇവർ കൊണ്ടു നടക്കും, അത് വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കും. പക്ഷേ ഇതുപോലെ സത്യസന്ധമായ വിധത്തിൽ പത്രത്തിൽ ഒരു ലേഖകൻ വാർത്ത തയ്യാറാക്കി എഴുതിയിരിക്കുന്നു, അതിനവർ വില കൊടുക്കുകയില്ല, അത് വ്യാജമാണെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യും. ഇരട്ടത്താപ്പാണ്, ഇത് ഇവരുടെ മുഖമുദ്രയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഏതായാലും ഈ തുവ്വൂർ ഗ്രാമത്തിലെ ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് മാധവൻ നായർ വിശദമായി എഴുതിയിട്ടുണ്ട്, അത് ഞാനൊന്ന് വായിക്കാം. 24 രാത്രി വരാൻ പോകുന്ന ആപത്തുകൾ യാതൊന്നും ശങ്കിക്കാതെ തുവ്വൂരിലെ നിവാസികൾ അവരവരുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെയുള്ള 100ഓളം വീടുകൾ നേരം പുലരുന്നതിന് മുമ്പായി മാപ്പിളമാർ വളഞ്ഞു.
അകത്തുള്ളവരോട് പുറത്തിറങ്ങുവാൻ കൽപ്പിച്ചു. അവരിൽ ചിലർ ഓടി രക്ഷപ്പെട്ടു. ശേഷമുള്ളവരിൽ പുരുഷന്മാരെയെല്ലാം ലഹളക്കാർ കയ്യും കാലും കെട്ടി ബന്ധനസ്ഥരാക്കി. സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ഉപദ്രവിച്ചില്ല. അതിനുശേഷം ആ വീടുകളെല്ലാം ചുട്ടു. പിടിച്ചു കെട്ടിയവരെയെല്ലാം ചേരിമ്മൽ കുന്ന് എന്ന സ്ഥലത്തേക്കും പിന്നെ അവിടെ നിന്ന് പാങ്ങോട് എന്ന സ്ഥലത്തേക്കും കൊണ്ടുപോയി. അവിടെ കുന്നിൻ്റെ ചെരുവിലുള്ള ഒരു പറമ്പിൽ കിഴക്ക് ഭാഗത്തായൊരു പാറയുണ്ട്. ആ പാറയുടെ അടുത്ത് വെച്ച് ഓരോരുത്തരുടെയും വിചാരണ ആരംഭിച്ചു. ഈ വിചാരണ നടത്തിയത് വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയാണെന്നും ചെമ്പ്രശ്ശേരി തങ്ങളാണെന്നും രണ്ട് വിധത്തിൽ ജനങ്ങൾ പറയുന്നുണ്ട്. അക്കാലത്ത് പത്രങ്ങളിൽ പ്രസിദ്ധം ചെയ്തിരുന്ന വർത്തമാനങ്ങളിലും ഈ വിധം വിരുദ്ധമായിട്ടാണ് കാണുന്നത്. അധികം ജനങ്ങളും വിശ്വസിച്ച് വന്നിട്ടുള്ളത് ഈ ക്രിയ ചെമ്പകശ്ശേരി തങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നാണ്. തങ്ങളാണെങ്കിൽ തന്നെ അത് ലഹളത്തലവനായി പ്രസിദ്ധി നേടിയിട്ടുള്ള കുഞ്ഞിക്കോയ തങ്ങളല്ലെന്നും അദ്ദേഹത്തിൻ്റെ വംശത്തിലുള്ള ഒരു ഇമ്പിച്ചിക്കോയ തങ്ങളാണെന്നും തുവ്വൂരിലുള്ള ചില മാപ്പിളമാർ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്. ആരായാലും ആ പ്രദേശത്ത് വെച്ച് ഒരു കഠിന കൃത്യം നടത്തിയിട്ടുണ്ടെന്നതിന് സംശയമില്ല. മേൽപ്പറഞ്ഞ പാറയുടെ അടുത്ത് വെച്ച് അനേക ഹിന്ദുക്കളെയും ഏതാനും മാപ്പിളമാരെയും ലഹളത്തലവന്മാരുടെ മാർഷ്യൽ ലോ പ്രകാരം വിചാരണ ചെയ്ത് ഗളച്ഛേദം ചെയ്യുവാൻ വിധി കൽപ്പിച്ചുവെന്നും അവരെ അപ്പോൾ തന്നെ ആ പാറയിൽ നിന്ന് സുമാർ 15 വാര ദൂരത്തുള്ള കിണറ്റിനരികെ കൊണ്ടുപോയി വെട്ടി കിണറ്റിലിട്ടുവെന്നും ഉള്ളതിന് യാതൊരു സംശയവുമില്ല. 34 ഹിന്ദുക്കളെയും 2 മാപ്പിളമാരെയുമാണ് അങ്ങനെ ഗളച്ഛേദം ചെയ്തത് എന്നാണ് അക്കാലത്തെ ലഹളസ്ഥലത്ത് നിന്ന് ഓടി വന്നവർ പറഞ്ഞിട്ടുള്ളത്. 20 പേരെ മാത്രമേ അവിടെ വെച്ച് കൊന്നിട്ടുള്ളൂവെന്നും ശേഷം പേരെ വേറെ സ്ഥലത്ത് വെച്ചാണ് കൊന്നതെന്നും മറ്റൊരു വിധത്തിലും കേട്ടിട്ടുണ്ട്. ഏതായാലും ലഹള കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞ ശേഷം ശ്രീനിവാസ ശാസ്ത്രിയോടുകൂടി ആ കിണറ്റിൽ ചെന്ന് നോക്കുവാൻ ഒരവസരം എനിക്കുണ്ടായി. അപ്പോൾ അതിൽ സുമാർ 20ഓളം തല ഞങ്ങൾക്കെണ്ണാൻ സാധിച്ചു. ഒരു തല ഈർച്ചവാൾ കൊണ്ട് ഈർന്നതായി കണ്ടിരുന്നുവെന്ന് ചില സന്ദർശകർ വർത്തമാന പത്രങ്ങളിൽ എഴുതി കണ്ടതായി ഓർക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് പരിശോധിക്കുകയുണ്ടായില്ല. ഇപ്രകാരം കൊല ചെയ്യപ്പെട്ടവരിൽ 3 എംബ്രാന്തിരിമാരും ഉൾപ്പെട്ടിരുന്നു. ഈ ഘോരകൃത്യം കഴിഞ്ഞതോടുകൂടി ഏറനാടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ഹിന്ദുക്കൾ പല ദിക്കുകളിലേക്കും പാച്ചിലായി. ഉടുത്ത മുണ്ടിനിണയില്ലാതെ ആഹാരത്തിന് വഴിയില്ലാതെ കാട്ടിലൊളിച്ചും പട്ടിണി കിടന്നും വീടും കുടിയും വെടിഞ്ഞ് എങ്ങോട്ടെന്നറിയാതെ പേടിച്ചരഞ്ഞ് പാഞ്ഞുപോയ ആ അഗതികളുടെ അപകടങ്ങൾ ഓർക്കുമ്പോൾ ഏവരുടെയും ഹൃദയം പൊട്ടിത്തകരുന്നതാണ്. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 201-202. സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യ സമരം എന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവമാണ് ഈ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം. ഏത്? സാധാരണക്കാരായ മനുഷ്യർ, ഗ്രാമത്തിനകത്ത് കിടന്നുറങ്ങുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളുടെ വീടുകൾ വളഞ്ഞ് അവിടെയുള്ള പുരുഷന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് കഴുത്ത് വെട്ടി കിണറ്റിലിടുന്നതാണത്രേ സ്വാതന്ത്ര്യ സമരം. ഇതൊക്കെ സ്വാതന്ത്ര്യ സമരം എന്നും പറഞ്ഞ് വരുന്നവനെയൊക്കെ തിരണ്ടിവാലിനടിക്കണം. എന്നാൽ പോലും അത് അധികമാവുകയില്ല, വളരെ കുറഞ്ഞ ശിക്ഷയാകുള്ളൂ. അത് ചരിത്രബോധമില്ലാത്തവന്മാരാണ് ഇതൊക്കെ സ്വാതന്ത്ര്യ സമരമെന്ന് പറഞ്ഞു വരുന്നത്. എനിക്ക് സത്യം പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ വികാരാധീനനാവണുണ്ട്. ഞാൻ വായിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇത് അവതരിപ്പിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെ വരുന്നു. അത് ആ സംഭവം നടന്നതിനെക്കുറിച്ചല്ല, അത് കഴിഞ്ഞു പോയതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു പോയതാണ്. പക്ഷെ കഴിഞ്ഞു പോയ കാര്യത്തിൽ അത് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് അതിനെ തെറ്റായിട്ട് തന്നെ അംഗീകരിച്ച് ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള വഴി നോക്കാം നമുക്ക് എന്ന് പറയേണ്ടതിന് പകരം ആ തെറ്റിനെ ന്യായീകരിക്കാൻ നടക്കുന്നവരെ കാണുമ്പോഴാണ് നമുക്കിങ്ങനെ വികാരം പതഞ്ഞു പൊന്തി വരുന്നത്. കാരണം ഇവനൊക്കെ എങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റും? ഇവനൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുന്നത് ഇത് ന്യായീകരിക്കാൻ വരുന്നവനെ? അവന് ന്യായീകരിച്ചേ പറ്റൂ. കാരണം അവൻ്റെ മതം അതാണ് പഠിപ്പിക്കുന്നത്. അവൻ്റെ മതം പഠിപ്പിക്കുന്നതനുസരിച്ചാണ് ഈ വാരിയംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജി ആയാലും അല്ലെങ്കിൽ ചെമ്പ്രശ്ശേരി തങ്ങളായാലും ഇതൊക്കെ ചെയ്തത്. ഖുറാനിലെ ഹദീസുകളിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതാണെന്ന് അവരവിടെ നടപ്പാക്കിയത്. അതുകൊണ്ട് ഇവനും അതിനെ ന്യായീകരിച്ചേ പറ്റൂ. പക്ഷെ ഇങ്ങനെ ന്യായീകരിക്കാൻ നടക്കുന്നവർ ഭയങ്കര അപകടകാരികളാണ്. അവരോടുകൂടെയാണ് നമ്മളും ജീവിക്കേണ്ടത്. ആലോചിച്ച് നോക്കണം. സഹവർത്തിത്വം സാധ്യമാവുകയില്ല. ഖുറാനും ഹദീസുകളും ഇവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളായിരിക്കുന്നിടത്തോളം കാലം ഇവരുമായിട്ടുള്ളൊരു സഹവർത്തിത്വം ഉണ്ടല്ലോ, അത് വളരെ ബുദ്ധിമുട്ടാണ് മറ്റു മതസ്ഥർക്ക്. ഈ കാര്യം മുസ്ലിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവരുടെ കിതാബിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് സാധാരണ മുസ്ലിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നത്. ആ മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കിയാൽ ഒന്നുകിൽ അവർ ഇസ്ലാം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അതനുസരിച്ച് അവർ പെരുമാറാൻ തുടങ്ങും. ഇസ്ലാം ഉപേക്ഷിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാം. പക്ഷെ അവരതനുസരിച്ച് പെരുമാറാൻ തുടങ്ങിയാൽ, അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം കട്ടപ്പുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം
വളരെ ബുദ്ധിമുട്ടിലാണ്. IS-ൻ്റെ ഭരണപ്രദേശങ്ങളിൽ മറ്റുള്ളവരൊക്കെ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. യാസീദികളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ ആയിത്തീരും ഇവിടെ. ഈ പോക്ക് പോയാൽ അടുത്ത തലമുറ ആ സ്ഥിതിയിലെത്തും. അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ജീവന് ഭീഷണി ഉണ്ടായിട്ടും ഇതുപോലെ ഞങ്ങൾ ഈ സത്യം തുറന്നു പറയാൻ തയ്യാറായിട്ട് വരുന്നത്. ഈ വാര്യംകുന്നൻ്റെ ഫാൻസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തുവ്വൂരിലെ കൂട്ടക്കൊല നടത്തിയത് കുഞ്ഞഹമ്മദ് ഹാജി അല്ല, ചെമ്പ്രശ്ശേരി തങ്ങളാണെന്നാണ്. അത് ഈ വാര്യംകുന്നൻ്റെ ഇമേജ് തകരാതിരിക്കാൻ വേണ്ടിയാണ് ഫാൻസ് ചെമ്പ്രശ്ശേരി തങ്ങളെ ബലിയാടാക്കാൻ നോക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കത് വാദത്തിന് വേണ്ടി അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അല്ല, ചെമ്പ്രശ്ശേരി തങ്ങളാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ അപ്പോഴും ഈ കൂട്ടക്കൊലയുടെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടല്ലോ, അത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കിൽ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഫുൾ അയാളിലാണ് കിടക്കുന്നത്. ഇത് മാത്രമല്ല, ചെമ്പ്രശ്ശേരി തങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ കൊള്ളകൾക്കും കൊലകൾക്കും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം തൻ്റെ വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന ചെമ്പ്രശ്ശേരി തങ്ങളെ ഈ ലഹളയിലേക്ക് കൊണ്ടുവന്നത് തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അതെന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യം നല്ല വൃത്തിക്ക് കെ മാധവൻ നായർ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം. ചെമ്പ്രശ്ശേരി തങ്ങൾ ഈ ലഹളയിൽ ഏർപ്പെടുവാനുള്ള കാരണം കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു. ലഹളയുടെ ആരംഭത്തിൽ തന്നെ കുഞ്ഞഹമ്മദ് ഹാജി തങ്ങളുടെ അടുത്ത് ചെന്ന് പല സൂത്രങ്ങളും പ്രയോഗിച്ച് വശത്താക്കിയിരുന്നു. തങ്ങളുടെ അനുഗ്രഹമുണ്ടായാൽ ഉണ്ടയെല്ലാം പഞ്ഞിയായി പോകുമെന്നും വെടി തന്നെ പൊട്ടുകയില്ലെന്നും മാപ്പിളമാരിൽ പലരും വിശ്വസിച്ചിരുന്നത് കൊണ്ട് ലഹളക്കാരുടെ സംഘം വർദ്ധിപ്പിക്കാൻ തങ്ങളുടെ സഹായം വളരെ ആവശ്യമാണെന്ന് കാണുകയാലാണ് കുഞ്ഞഹമ്മദ് ഹാജി ആ കാര്യത്തിൽ അത്ര പരിശ്രമിച്ചത്. അതുപ്രകാരം തങ്ങൾ ലഹളയ്ക്കൊരുമ്പെട്ടു. വെടികൊള്ളുകയില്ലെന്നും ഉണ്ട വെള്ളമായോ പഞ്ഞിയായോ പോകുമെന്നും മറ്റും ജനങ്ങളെ വിശ്വസിപ്പിച്ചു. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 203. ഇത് ചെമ്പ്രശ്ശേരി തങ്ങൾ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു സീതിക്കോയ തങ്ങളും ഇത് തന്നെയാണ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചത്. ഇനി M ഗംഗാധരൻ ഈ കാര്യം തൻ്റെ തീസിസിൽ ഈ കാര്യം എഴുതിയിട്ടുണ്ട്, ഞാൻ അതും വായിക്കാം. കിഴക്കൻ ഏറനാട്ടിലെ മാപ്പിളമാർ വളരെയധികം ആദരിച്ചിരുന്ന ആളായിരുന്നു ചെമ്പ്രശ്ശേരിയിലെ കുഞ്ഞിക്കോയ തങ്ങളുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയുടെയും സ്വാധീനത്തിൻ്റെയും പിന്തുടർച്ച കുഞ്ഞിക്കോയ തങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കലാപകാരികൾ തങ്ങളുടെ പിന്തുണ തേടിച്ചെല്ലാൻ ഈ ജനസമ്മതിയും സ്വാധീനവുമായിരുന്നു കാരണം. അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിന് അമാനുഷിക ശക്തികളുണ്ടെന്ന പല മാപ്പിളമാരുടെയും വിശ്വാസവും, അതായത് ബ്രിട്ടീഷുകാരുടെ തോക്കുകൾ പൊട്ടാതാവും എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ, ലഹളക്കാരുടെ ആത്മവീര്യവും കരുത്തും വർദ്ധിപ്പിക്കുമെന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും മറ്റും കണക്ക് കൂട്ടുകയും അങ്ങനെ തങ്ങളുടെ പിന്തുണ തേടി ചെല്ലുകയുമാണ് ചെയ്തതെന്ന് തോന്നുന്നു. M ഗംഗാധരൻ, മലബാർ കലാപം, 1921-22, പേജ് 283, 284. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ റെഫറൻസായി M ഗംഗാധരൻ നൽകിയിരിക്കുന്ന വിശദീകരണമുണ്ട്. അതിൻ്റെ റെഫറൻസായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതും ഞാൻ വായിക്കാം. പടിഞ്ഞാറൻ ഏറനാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി ചില ആളുകൾ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചപ്പോഴാണ് ലോകപരിജ്ഞാനം തീരെ സിദ്ധിച്ചിട്ടില്ലാത്ത കുഞ്ഞിക്കോയ തങ്ങൾ കലാപത്തിൽ പങ്കാളിയായത് എന്ന് ഈ മൊയ്തു മൗലവി എഴുതുന്നു. ഈ മൊയ്തു മൗലവി കുറിപ്പ് 82, പുറം 71. 1921 ഡിസംബറിൽ കീഴടങ്ങിയ ശേഷം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് തിരൂരങ്ങാടി സംഭവങ്ങൾക്ക് ശേഷം തന്നെ പാണ്ടിക്കാട്ടെ ഖിലാഫത്ത് യോഗത്തിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചതെന്നും അവിടെ വെച്ച് കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുപ്പിച്ചതെന്നും കുഞ്ഞിക്കോയ തങ്ങൾ ഹിച്ച്കോക്കിനോട് പറഞ്ഞിരുന്നു അത്രേ. ഹിച്ച്കോക്ക് കുറിപ്പ് 2, പുറം 56, 100. ഇപ്പോൾ തുവ്വൂരിലെ ഹിന്ദു വംശഹത്യയുടെ ഉത്തരവാദിത്വം ചെമ്പ്രശ്ശേരി തങ്ങളുടെ തലയിലിട്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വെളുപ്പിച്ചെടുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർ വെറുതെ മനപ്പായസം ഉണ്ണുകയാണ്. കാരണം ഈ ലഹളയുടെ നേതൃസ്ഥാനത്തേക്ക് ചെമ്പ്രശ്ശേരി തങ്ങളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് കുഞ്ഞഹമ്മദ് ഹാജി ആയതുകൊണ്ട് അദ്ദേഹം ചെയ്തതിൻ്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം കുഞ്ഞഹമ്മദ് ഹാജി വഹിച്ചേ പറ്റുകയുള്ളൂ. റമീസ് മുഹമ്മദിൻ്റെ തിരക്കഥയിൽ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വരാൻ പോകുന്ന വാര്യംകുന്നൻ എന്ന സിനിമയിൽ നായിക കഥാപാത്രമായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നല്ല വെളുത്ത നിറവും 6 ഉയരം, അതിനൊത്ത വണ്ണമൊക്കെയുള്ള ഒരാളായിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം പൃഥ്വിരാജ് സുകുമാരനാണല്ലോ ഈ കഥാപാത്രമായിട്ട് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കുഞ്ഞഹമ്മദ് ഹാജി അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുഞ്ഞഹമ്മദ് ഹാജിയെ ആദ്യമായി കണ്ടുമുട്ടുന്ന രംഗം മാധവൻ നായർ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. കുഞ്ഞഹമ്മദ് ഹാജിക്ക് 60-ൽ കുറയാതെ പ്രായം തോന്നി. കറുത്തിരുണ്ട നിറം, വായിൽ പല്ലുണ്ടോ എന്ന് സംശയം. ഒരു ഒത്ത മനുഷ്യൻ്റെ നീളം തന്നെ കഷ്ടിച്ചേയുള്ളൂ. വണ്ണം വളരെയില്ല, നന്നേ മെലിഞ്ഞിട്ടുമല്ല. കറുത്ത ഒരു കുപ്പായമാണ് ധരിച്ചിരുന്നത്. അരയിലൊരു വാളുണ്ട്, കയ്യിലൊരു തോക്കുമുണ്ട്.
തലയിൽ എന്താണ് ധരിച്ചിരുന്നതെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. മുഖത്ത് ശൂരതയുടെ ലക്ഷണമൊന്നും കണ്ടിരുന്നില്ല. എങ്കിലും താൻ ചിലതിന് ഉറച്ചിരിക്കുന്നു എന്ന ഭാവം മുഖത്ത് നല്ലവണ്ണം സ്ഫുരിച്ചിരുന്നു. കൂട്ടത്തിലുള്ളവരിൽ ചിലരുടെ കയ്യിൽ വാളും ചിലരുടെ കയ്യിൽ തോക്കും കുന്തവുമുണ്ട്. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ കയ്യേറി കരസ്ഥമാക്കിയിരുന്ന ആയുധങ്ങളായിരുന്നു ഇവയിലധികവും. അവരെല്ലാം ഹാജിയുടെ ചുറ്റും സമീപത്തുമായി നിന്നിരുന്നു. അതുവരെ കാണാൻ സംഗതി വന്നിട്ടില്ലെങ്കിലും അന്ന് ഒന്നാമതായി കാണുന്നതാണെന്നും മറ്റും കുശലപ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ എന്താണ് വേണ്ടത്, എല്ലാം ഉപദേശിച്ചു തരണമെന്ന് ഹാജിയാർ എൻ്റെ ഒരു കൈയും പിടിച്ചുകൊണ്ട് ഒരു അപേക്ഷാഭാവത്തിൽ എന്നോട് പറഞ്ഞു. ഞാൻ അല്പമൊന്ന് അന്താളിച്ചു. ഈ ചോദ്യം ഞാൻ ലേശം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഉപദേശങ്ങളും അപേക്ഷകളുമെല്ലാം നിരസിച്ച് ലഹളയ്ക്ക് പുറപ്പെട്ട മാപ്പിളമാരിൽ ആരും എന്നോട് വീണ്ടും ഒരു ഉപദേശത്തിന് ആവശ്യപ്പെടുകയില്ല എന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്നു കൊണ്ടാണ് ഞാനിങ്ങനെ പരിഭ്രമിച്ച് നിന്നുപോയത്. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 163. ഇപ്പോൾ വായിലെ പല്ലുകളൊക്കെ പോയി 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ള കറുത്തിരണ്ട കുഞ്ഞഹമ്മദ് ഹാജിയുടെ രൂപം സിനിമയിൽ വരുമ്പോൾ മലയാളികൾ കാണാൻ പോകുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ ആകാരഭംഗിയോടുകൂടിയായിരിക്കും. രൂപത്തിൽ മാത്രമല്ല, കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്വഭാവത്തിൻ്റെയും ധീരതയുടെയും കാര്യത്തിലൊക്കെ സിനിമയിൽ ഈ വൈരുദ്ധ്യം നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ചരിത്രരേഖകളിൽ കാണുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു ഭീരുവായ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇത് പറയുമ്പോൾ പലർക്കും പൊള്ളും. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, GS പ്രദീപിനെ പോലെയൊക്കെയുള്ള ഇവരെയൊക്കെ താങ്ങി നടക്കുന്നമാർ കുറേ ഉണ്ടല്ലോ, ഇവന്മാർക്കെല്ലാം പൊള്ളും. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ധീരനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ. കുറേ വീഡിയോകൾ ഇപ്പം ഇങ്ങനെ അങ്ങ് പ്രചരിക്കുന്നുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ട് വേറെ, കാളികാവിൻ ചെണ്ടോ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ്. പക്ഷെ നമ്മൾ ചരിത്രരേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വീര പോരാളിയായിരുന്നു എന്നൊക്കെയുള്ളത് വെറും തള്ളു മാത്രമാണ്. ഇവരുടെയൊക്കെ ഈ തള്ളു കേൾക്കുമ്പോൾ ചരിത്രബോധമുള്ള ഏതൊരാൾക്കും ചിരിയാണ് വരിക. ഞാനും കുറേ ചിരിച്ചു. ഈ ദിവസങ്ങളിൽ പല വീഡിയോകളും കണ്ടിരുന്നു. ഫുള്ളൊന്നും കണ്ടില്ല, കുറച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. ഞാനത് നിർത്തി വയ്ക്കും. പിന്നെ കാണേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. കാരണം പാറ്റേണൊക്കെ ഒന്നാണല്ലോ, വാചകത്തിലല്ലേ വ്യത്യാസമുള്ളൂ. സംഗതിയെല്ലാം കണ്ടൻ്റൊക്കെ ഇയാളെ അങ്ങ് വെറുതെ അങ്ങ് തള്ളുകയാണ്. അണികളെ യുദ്ധരംഗത്തേക്ക് ഇറക്കി വിട്ട് ഒളിവിലിരുന്ന് സ്വന്തം ജീവൻ സംരക്ഷിക്കുന്ന ഇസ്ലാമിക നേതാക്കന്മാർ നമുക്ക് ഈ 21-ാം നൂറ്റാണ്ടിലും സുപരിചിതമായ കാര്യമാണല്ലോ. ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ഇതിൽ പുതുമയൊന്നുമില്ല. നേതൃത്വത്തെ വിശ്വസിച്ച് വരുന്ന അണികളെ കൊലയ്ക്ക് കൊടുക്കുന്നതാണ് ഇസ്ലാമിൻ്റെ രീതി. അത് മുഹമ്മദിൻ്റെ കാലം മുതലേ അതങ്ങനെ തന്നെ ആയിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും അതങ്ങനെ തന്നെയാണ്. ഒസാമ ബിൻ ലാദൻ ആയാലും, മുല്ല ഒമർ ആയാലും, ഐമൻ അൽ സവാഹിരി ആയാലും, അബൂബക്കർ അൽ ബഗ്ദാദി ആയാലും അതിൽ മാറ്റമില്ല. അവരെല്ലാം മാളത്തിനകത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് അണികളെയാണ് വിടുന്നത് കൊല്ലാനും ചാകാനും വേണ്ടി. അവരുടെ ദേഹത്ത് ഒരു മുറിവ് പോലും പറ്റാത്ത വിധം അവരെപ്പോഴും സുരക്ഷിതരായിരിക്കും. ഈ പൂച്ചയെ പേടിച്ച് മാളത്തിനകത്ത് എലി ഒളിച്ചിരിക്കുന്നത് പോലെ തന്നെയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് നമുക്ക് ചരിത്രരേഖകളിൽ നിന്ന് അറിയാൻ സാധിക്കും. M. ഗംഗാധരൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. തൻ്റെ കൽപ്പനപ്രകാരം നടത്തുന്ന ആക്രമണങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ കുഞ്ഞഹമ്മദ് ഹാജി പങ്കെടുത്തിരുന്നുള്ളൂ. ഒരിക്കലും അയാൾ അവയിൽ പ്രമുഖ പങ്ക് വഹിച്ചിരുന്നില്ല. ഈ തന്ത്രം ചില ലഹളക്കാരിൽ അതൃപ്തി ഉളവാക്കിയിരുന്നു. ഈ അതൃപ്തി അയാൾ മണത്തറിഞ്ഞിരിക്കാനാണിട. നവംബർ മധ്യത്തിൽ ലഹളക്കാരുടെ മനോവീര്യം ഉയർത്താൻ വേണ്ടി പാണ്ടിക്കാട്ടുള്ള ഗൂർഖ പട്ടാളത്തിൻ്റെ ക്യാമ്പ് ആക്രമിക്കാനുള്ള പരിപാടിയിൽ ഒരുപക്ഷെ ഈ സാഹചര്യം കുഞ്ഞഹമ്മദ് ഹാജിയെ പ്രേരിപ്പിച്ചിരിക്കാം. M. ഗംഗാധരൻ, മലബാർ കലാപം, 1921-22, പേജ് 280. ഗൂർഖ പട്ടാളത്തെ ആക്രമിക്കാൻ പോയതിനെക്കുറിച്ച് ഞാൻ പുറകെ പറയാം. അത് മറ്റൊരു ട്രാജഡിയാണ്. അങ്ങനെയാണ് ഈ നേതാക്കന്മാരൊക്കെ എഴുത്തും വായന അറിയാം, അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നതെന്നുള്ള കാര്യം അന്നേരം നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഖിലാഫത്ത് സ്മരണകളിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം ഈ പട്ടാളത്തിൻ്റെ മാർച്ചിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അവിടുന്ന് മുതലാണ് ഞാനിത് വായിക്കുന്നത്. പിറ്റേ ദിവസം കാലത്ത് മലപ്പുറത്ത് യാത്ര ആരംഭിച്ചു. അവർ പൂക്കോട്ടൂർ എത്തിച്ചേർന്നു. അവിടെ വച്ചും ഒരു തുറന്ന യുദ്ധം തന്നെ നടന്നു. അതിൽ ചില യൂറോപ്യൻ ഓഫീസർമാർക്ക് ജീവാപായം തന്നെ നേരിട്ടു. 500ഓളം ലഹളക്കാരും മരണപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ലഹളയ്ക്ക് കളമൊരുക്കിയ വടക്കേ വീട്ടിൽ മമ്മദ് വീര്യമൃത്യു അടഞ്ഞു. ഈ ആക്രമണത്തിൽ മാത്രമേ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വായിക്കണം, ഈ ആക്രമണത്തിൽ മാത്രമേ തലവന്മാർ പങ്കെടുത്തിട്ടുള്ളൂ. അതൊരു ഉചിതമുള്ള പടയായിരുന്നു. പിന്നീടുള്ള ആക്രമണങ്ങളൊക്കെ പ്രമാണിമാർ മാറി നിന്ന് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന്
ഒരു ചെറുപ്പക്കാരൻ എന്നോട് ബെല്ലാരി ജയിലിൽ വെച്ച് പറയുകയുണ്ടായി. അക്കൂട്ടത്തിൽ അവൻ രസകരമായ ഒരു വർത്തമാനം കൂടി പറഞ്ഞു. ലഹളക്കാലത്ത് ഒരു ദിവസം ലഹളത്തലവന്മാരായ കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും തമ്മിൽ ഒരു വാക്കേറ്റം നടന്നു. ഏറനാട്ട് താലൂക്കിനെ മഞ്ചേരിക്ക് കിഴക്കും പടിഞ്ഞാറുമാക്കി രണ്ടായി ഭാഗം വെച്ചു. അതിൽ പടിഞ്ഞാറു ഭാഗം ഓരോരുത്തരും തനിക്ക് കിട്ടണമെന്നാണ് വാദിച്ചത്. അങ്ങനെ ആ വാദം മുറുകിക്കൊണ്ടിരുന്ന സമയത്ത്, മഞ്ചേരിയിൽ വെച്ചാണ് ഇതുണ്ടായത്. അപ്പം അങ്ങനെ ആ വാദം മുറുകിക്കൊണ്ടിരുന്ന സമയത്ത് പട്ടാളക്കാരുടെ വെടിമുഴക്കം കേട്ടു തുടങ്ങി. നോക്കിക്കോളിൻ എടാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എണീച്ച് മൂട് തട്ടി മണ്ടിക്കളഞ്ഞു എന്നുകൂടി അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന് അവരെപ്പറ്റി പുച്ഛമാണ്. ഖിലാഫത്ത് സ്മരണകൾ, മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, പേജ് 63-64. അവന് അവരെപ്പറ്റി പുച്ഛമാണ് എന്നാണ് മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് പറയുന്നത്. അവരെപ്പറ്റി എന്ന് പറഞ്ഞാൽ ചെമ്പ്രശ്ശേരി തങ്ങളെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും കുറിച്ച് ഈ ജയിലിൽ കിടക്കുന്ന ഈ മാപ്പിള ലഹളയിലുണ്ടായിരുന്ന ഒരു മുസ്ലിമിന് ഇവരെ പുച്ഛമാണ്. കാരണം ജയിലിലൊക്കെ വന്ന് പെട്ട് കഴിയുമ്പോൾ യാഥാർത്ഥമായിട്ട് അഭിമുഖീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായത് നേതാക്കന്മാർ ചതിക്കുകയായിരുന്നു എന്ന്. ഇവർ തന്നെ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരികയാണല്ലോ, കേസും കൂട്ടും ഒക്കെ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ അബദ്ധം അല്ലെങ്കിൽ ചതി മനസ്സിലാകുന്നത്. അപ്പം നോക്കിക്കോളിൻ എന്ന് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞത് എന്ത് നോക്കിക്കൊള്ളാനാണെന്ന് മോഴികുന്നം പറയുന്നില്ല. അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടായിരിക്കണം അത് എഴുതാതിരുന്നത്. ഏതായാലും നമുക്ക് മാധവൻ നായരുടെ പുസ്തകത്തിൽ അതെന്താണ്, എന്ത് നോക്കിക്കൊള്ളാനാണ് പറഞ്ഞതെന്നുള്ള കാര്യം കിട്ടുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഹാജിയാരുടെ ഒരു പ്രധാന ശിഷ്യനായ പയ്യനാടൻ മോയൻ എന്നൊരാൾ 1922 ജനുവരി ആദ്യത്തിൽ പാണ്ടിക്കാട് പോലീസിൻ്റെ മുമ്പാകെ ഹാജരായപ്പോൾ താൻ നെന്മിനി അംശത്തിൽ നിന്ന് വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുമായി പിരിഞ്ഞതാണെന്നും അവിടെ പട്ടാളം ചെന്ന് വെടി തുടങ്ങിയപ്പോൾ ഇനി അവരവരുടെ കൊതം നോക്കിക്കൊള്ളിൻ എന്ന് പറഞ്ഞ് ഹാജിയാർ അവിടെ നിന്ന് ചാടിയിരിക്കുന്നുവെന്നും പറയുകയുണ്ടായി. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 252. അപ്പം എന്ത് നോക്കിക്കൊള്ളാനാണ് വീരശൂര പരാക്രമിയായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തൻ്റെ അണികളോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ധീരനാണ് വാരിയംകുന്നൻ എന്ന ഒക്കെയാണ് ഇപ്പോൾ ഈ അഭിനവ പാണന്മാർ പാടി നടക്കുന്നത്. പക്ഷെ ബ്രിട്ടീഷ് പട്ടാളം വന്നെന്നറിഞ്ഞാൽ അവർക്കെതിരെ ഒരു വെടി പോലും വെക്കാൻ നിൽക്കാതെ തൻ്റെ കീഴിലുള്ളവരോട് ഇനി അവരവരുടെ കൊതം നോക്കിക്കോ മക്കളെ എന്നും പറഞ്ഞ് മൂടും തട്ടി കണ്ടം വഴി മണ്ടിക്കളഞ്ഞവനാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. തെക്കൻ മലബാറിലെ പാവപ്പെട്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പിന്നെ ലഹളയിൽ പങ്കെടുക്കാത്ത മുസ്ലിങ്ങളെയും ഒക്കെ കൊന്നും കൊല വിളിച്ചും അവരുടെയൊക്കെ കഴുത്തറുത്തും തലവെട്ടിയും ആകെ ഭീതി പരത്തി നടന്നിരുന്ന വാരിയംകുന്നനും അനുയായികളും പക്ഷേ ഈ ബ്രിട്ടീഷ് പട്ടാളം വന്നെന്നറിഞ്ഞ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിപ്പോകുന്നവരായിരുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് കുണ്ടിക്ക് വെടികൊള്ളാതെ നോക്കിക്കൊള്ളാനാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തൻ്റെ അനുയായികളോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭീരുവിനെയൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി കണക്കാക്കണമെന്ന് പറഞ്ഞാൽ അത് സുബോധമുള്ളവർ അംഗീകരിക്കുന്ന കാര്യമാണോ? ഇങ്ങനെയുള്ള ഭീരുവിനെയൊക്കെ മഹത്തായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തവും ജീവനും അർപ്പിച്ച 10,000-കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര ഭടന്മാരോട് കാണിക്കുന്ന നന്ദിയില്ലായ്മയും അനീതിയുമല്ലേ അത്? ഇതിനേക്കാൾ വലുതായി അവർ അവഹേളിക്കാനുണ്ടോ? ഇതുപോലത്തെ ഭീരുവായ ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് പറയുമ്പോൾ അത് ഇവരോടൊക്കെ കാണിക്കുന്ന അനീതിയല്ലേ? ഇതിനേക്കാളും വലുതായിട്ട് എങ്ങനെയാണ് ഇവരെ നമുക്ക് അവമാനിക്കാൻ പറ്റുന്നത്? മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഇവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ മത്സരിക്കുകയാണല്ലോ പലരും. കാര്യമൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വിവരങ്ങൾ ഇനി മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. പണ്ടത്തേതുപോലെ വിവരങ്ങൾ മറച്ചു വയ്ക്കാമെന്നൊന്നും ഒരുത്തനും വ്യാമോഹിക്കേണ്ട. നിങ്ങളൊക്കെ എത്ര മറച്ചു വെച്ചാലും വിവരങ്ങളൊക്കെ തുറന്നു പറയാൻ ചങ്കൂറ്റമുള്ള ആമ്പിള്ളേർ വരും. അതുപോലെ വളരെ ക്ഷമയോടുകൂടെ ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കാൻ താല്പര്യമുള്ള റിസർച്ച് മെൻറ്റാലിറ്റിയുള്ള അനേകായിരം പേര് പുറകെ വരും. അവരതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഇനി ഇതുപോലുള്ള ഈ ഉഡായിപ്പും തക്കിയൊന്നും ഇനി നടക്കുകയില്ല. ഈ മോഴികുന്നത്തിൻ്റെ പുസ്തകത്തിൽ നോക്കിക്കോളിൻ എടാ എന്ന് പറഞ്ഞത് കൊതം നോക്കാനല്ല, ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കാര്യം നോക്കിക്കൊള്ളാനാണെന്നൊക്കെ ചിലർ ഫേസ്ബുക്കിൽ വാദിക്കുന്നത് കണ്ടു. വളരെ വ്യക്തമായിട്ട് വാദക്കാർ എഴുതുന്നുണ്ട് ഇനി അവരവരുടെ കൊതം നോക്കിക്കോന്നാണ് പറഞ്ഞതെന്ന്. പക്ഷെ ഇവന്മാർ പറയുകയാണ് അതല്ല പറഞ്ഞത്, നോക്കിക്കോളിൻ മോഴികുന്നത്ത് പറഞ്ഞല്ലോ, നോക്കിക്കോളിൻ എടാ എന്ന് മാത്രമല്ലേ മോഴികുന്നത്ത് പറയുന്നുള്ളൂ. അപ്പോൾ അത് ബ്രിട്ടീഷ് പട്ടാളത്തിനെ നോക്കിക്കൊള്ളാനാണ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ ചിലർ വാദിക്കുന്നത്. വാസ്തവത്തിൽ ആ വാദം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരനായിരുന്നു എന്നുള്ള മുസ്ലിങ്ങളുടെ കള്ളപ്രചരണത്തിനെ തുറന്നു കാണിക്കുന്ന ഒന്നാണെന്ന് ഈ കൂട്ടർ മനസ്സിലാക്കുന്നില്ല. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് എഴുത്തും വായനയും ഒന്നും അറിയാത്ത, വിവരമില്ലാത്ത ഏറനാട്ടിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൂടെ കൂട്ടി
അവസാനം ബ്രിട്ടീഷ് പട്ടാളം മുന്നിൽ വന്നു കഴിയുമ്പോൾ തന്നെ വിശ്വസിച്ച് കൂടെ നിന്ന ആൾക്കാരോട് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കോ മക്കളെ, ഞങ്ങൾ ഞങ്ങളുടെ തടി നോക്കട്ടെ എന്നും പറഞ്ഞ് ഓടി ഒളിച്ച ഭീരുക്കളായിരുന്നു ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും എന്നൊക്കെയല്ലേ ഇവർ ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ ഏത് വ്യാഖ്യാനം കൊണ്ടുവന്നാലും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഈ പ്രവൃത്തിയെ വെളുപ്പിച്ചെടുക്കാൻ ഒരാൾക്കും പറ്റില്ല എന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾക്ക് വെളുപ്പിക്കാനൊന്നും പറ്റുകയില്ല. സത്യം പറഞ്ഞാൽ ഇസ്ലാമിനെയും മലബാർ ജിഹാദിനെയും മഹത്വവൽക്കരിക്കാൻ നടക്കുന്നവരുടെ അതിബുദ്ധിയാണ് ഇപ്പോൾ അവർക്ക് വിനയായി വന്നത്. മലയാളികൾ ഏതാണ്ട് മറന്നു കളഞ്ഞ ഒന്നായിരുന്നു മാപ്പിളമാരുടെ മലബാർ ജിഹാദ്. ഞങ്ങളെപ്പോലെ ആരെങ്കിലും വല്ലപ്പോഴും അതിനെക്കുറിച്ച് പറയുമെന്നല്ലാതെ പൊതുവെ മലയാളികൾ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു വിഷയമാണത്. മലയാളികൾ അത് മറന്നു കളഞ്ഞിരിക്കുന്നു. ഇനി ഇതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മലയാളികളെ പറ്റിക്കാമെന്ന് വ്യാമോഹിച്ചാണ് അതിനെ വെള്ള പൂശാൻ വേണ്ടി ഇവർ കുഞ്ഞഹമ്മദ് ഹാജിയെ വീരധീര നായകനായി അവതരിപ്പിക്കുന്ന സിനിമ എടുക്കാൻ വന്നത്. പക്ഷെ സംഗതി കയ്യിൽ നിന്ന് പോയി. ഇതിപ്പോൾ തിരിച്ചടിച്ചു. ഇതുവരെ ഇതിനെ ഒട്ടും ഗണ്യമാക്കാതിരുന്ന ആളുകൾ വരെ ഇപ്പോൾ ഇതിൻ്റെ പുറകെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആളുകൾക്ക് ഇപ്പോൾ ആകാംക്ഷയാണ്. പലരും ചരിത്ര പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ച് വായിക്കുന്നതൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ടെലഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. ചിലർ വീഡിയോ ആയി ഇറക്കുന്നു. അങ്ങനെ മലബാർ ജിഹാദിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ലാതിരുന്നവർ പോലും ഇപ്പോൾ ആ വിഷയത്തിൽ വളരെ അറിവുള്ളവരായി മാറിയിരിക്കുകയാണ്. അപ്പം മലബാർ ജിഹാദിനെയും അതിൻ്റെ നേതാവ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും വെള്ള പൂശാൻ ഇറങ്ങിത്തിരിക്കാതിരുന്നെങ്കിൽ ഈ ചരിത്രമൊക്കെ പലർക്കും ഇപ്പോഴും അജ്ഞാതമായി തന്നെ ഇരുന്നേനെ. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവന്മാർക്കില്ലാതെ പോയി. അവർ വിചാരിച്ച് മലയാളി ഇതൊക്കെ മറന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയും ഇതൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം, ഇതിനെയൊക്കെ ഒന്ന് മഹത്വവൽക്കരിച്ച് മലയാളികളെ മൊത്തം പറ്റിക്കാം, വലിയ സംഭവമായിരുന്നു, ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് മുസ്ലിങ്ങൾ വഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മലബാർ മാപ്പിളമാർ വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇയാളേക്ക് അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ സംഗതി കയ്യിൽ നിന്ന് പോയി. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള ഈ വീഡിയോ പരമ്പര 2 ഭാഗങ്ങളിൽ അവസാനിപ്പിക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അടുത്ത ഭാഗത്തോടെ ഇത് തീരുമെന്നുള്ളത്. പക്ഷേ ഈ വിഷയത്തിന് വേണ്ടി കൂടുതൽ പുസ്തകങ്ങളും ഒക്കെ പരിശോധിക്കാൻ, മറ്റ് ചരിത്രരേഖകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങിയതോടെ ഇതിൻ്റെ കണ്ടൻറ്റും കൂടാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം മൊത്തം പറയുകയാണെങ്കിൽ ഇനി വളരെ നീളും. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ 3-ാമത്തെ ഭാഗത്തോടുകൂടി ഈ പരമ്പര തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തു ഈ കൊറോണ കാലത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ പൊന്നു തിരുനാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.